നമസ്കാരം. ഈ കൊട്ടാരക്കര NSSൻ്റെ കൊട്ടാരക്കര താലൂക്കിൻ്റെ NSS യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ കുണ്ടറ NDAPSലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി എന്ന് പറയുന്നതിൽ അതിന് ഒരല്പം മുകളിൽ നിൽക്കുന്ന ശക്തിയുള്ള ഒരു യൂണിയനാണ് സാധാരണഗതിയിൽ. അടിസ്ഥാനപരമായിട്ട് അതിന് വലിയ വിലയൊന്നും ആരും കൽപ്പിക്കാറില്ല. സുകുമാരൻ നായർ പോലും അതിന് വലിയ വില കൽപ്പിക്കാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ ഇന്ന് അവർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇന്ന് എന്നല്ല, ശരിക്കും ഇന്നലെയാണ് അവർ ആ പ്രമേയം പാസ്സാക്കിയത്. അടിസ്ഥാനപരമായിട്ടൊരു പൊതുസമ്മേളനത്തിൽ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി, പത്തനാപുരത്തെ തോറ്റ MLAയും ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും കിട്ടാതെ അലഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് വലിയ വിവാദപരമായിട്ടുള്ള ഒരു പ്രമേയം അവർ പാസ്സാക്കിയിരിക്കുകയാണ്. ആ പ്രമേയത്തിൽ അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത് കരയോഗത്തിൽ നിന്ന് NSS കരയോഗത്തിൽ നിന്ന് അതിൻ്റെ പ്രാഥമികാംഗത്വം പോലും രാജിവെച്ച് KB ഗണേഷ് കുമാർ ഇറങ്ങിപ്പോകണമെന്നാണ്. അതിൻ്റെ കാരണം അദ്ദേഹം സുകുമാരൻ നായരെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും NSSനെയും അപമാനിച്ചു, അപകീർത്തിപരമായി പല പരാമർശങ്ങളും നടത്തി, ഇതിനെ അട്ടിമറിക്കുവാൻ NSSനെ തകർക്കുവാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് ഗണേഷ് കുമാർ NSSൽ നിന്ന് രാജിവെച്ച് പോകണം. അവിടെ കൊണ്ട് ആ വിമർശനം നിൽക്കുന്നില്ല. അടിസ്ഥാനപരമായി സദാചാരമില്ലാത്തൊരു വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്നും സനാതനധർമ്മത്തിലൂന്നി ഹിന്ദുധർമ്മത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായ NSSൽ അംഗമായിരുന്നു കൊണ്ട് മറ്റൊരു മതത്തിൽ വിശ്വസിച്ച ആളാണ് ഗണേഷ് കുമാർ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ എന്നും NSSൻ്റെ സഹായം കൊണ്ട് മാത്രം വളർന്നൊരു കുടുംബമാണ് ഗണേഷ് കുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ബാലകൃഷ്ണപിള്ള അഴിമതി കേസിൽ ജയിലിൽ കിടന്നപ്പോൾ ഭക്ഷണം പോലും ശരിക്ക് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും സുകുമാരൻ നായരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അദ്ദേഹം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് ജയിലിൽ കിടന്നതെന്നും ബാലകൃഷ്ണപിള്ളയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയത് സുകുമാരൻ നായരുടെ താല്പര്യപ്രകാരമാണെന്നും ഒക്കെ ആ പ്രമേയം പറയുന്നുണ്ട്. അതായത് ഗണേശൻ അടിസ്ഥാനപരമായിട്ട് നന്ദിയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളും അവകാശവാദങ്ങളും ഈ പ്രമേയം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഗണേഷ് കുമാർ സദാചാരബോധമില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ വ്യക്തിപരമായി യോജിക്കുന്നു. സനാതനധർമ്മത്തിലൂന്നി ഹൈന്ദവധർമ്മത്തിൽ വിശ്വസിച്ച് ഹിന്ദുമതത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് NSS എന്നുള്ള പ്രസ്താവനയെ, ആ പ്രഖ്യാപനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഗണേഷ് കുമാർ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യത്തെ ഒരല്പം സമ്മതഭാവത്തോടു കൂടി തന്നെ ഒരു ഗോസിപ്പായി ഞാൻ കാണുകയും ചെയ്യുന്നു. ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ കിംവദന്തിയായി കാണുകയും ചെയ്യുന്നു. സമ്മതഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്ഥിരീകരിക്കുന്ന പല വിവരങ്ങളും, എന്നാൽ രേഖാമൂലമല്ലാത്ത വിവരങ്ങളും മുൻപ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാർ ഒരു പെന്തക്കോസ്റ്റുകാരനാണെന്നും ക്രിസ്ത്യൻ മതവിശ്വാസിയായി മാറിയെന്നും പലരും പലതവണ ആരോപിച്ചിട്ടുള്ളതാണ്. അതിലേറെക്കുറെ സത്യമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സംശയത്തോടു കൂടി കാണുന്നില്ല, പക്ഷേ ഒരു കിംവദന്തിയായി തന്നെ പറയുന്നുള്ളൂ. അതിനൊരു സ്ഥിരീകരണം ഞാൻ നൽകുന്നില്ല. പക്ഷേ ഗണേഷ് കുമാർ സദാചാരബോധമില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നതല്ല. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് 5000 പേരുമായിട്ട് എനിക്ക് പ്രണയമുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ്റെ NSSൻ്റെ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ്റെ ഈ ഒരു പ്രമേയം എന്തായാലും വളരെ നല്ലൊരു സമയത്ത് തന്നെയാണ് വന്നത്. കാരണം തിരഞ്ഞെടുപ്പിൽ തോറ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഗണേഷ് കുമാർ സഹതാപം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തി പരാജയപ്പെട്ടതിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് KB ഗണേഷ് കുമാറാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമോ മാടമ്പിത്തരമോ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വൃത്തികെട്ട നാക്കും വൃത്തികെട്ട പെരുമാറ്റ രീതിയുമാണ്. വൃത്തികെട്ട നാക്കും വൃത്തികെട്ട പെരുമാറ്റ രീതിയും എന്ന് പറയുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ എതിരാളികളെ എത്ര നീചമായ ഭാഷയിലും അവഹേളിക്കുവാൻ ശ്രമിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം അസഭ്യം കൊണ്ട് നിറഞ്ഞതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ യാതൊരു കാരണവുമില്ലാതെ പിന്തുടർന്ന് വേട്ടയാടുന്നത് പോലെ പരിഹസിക്കുവാൻ നിരവധി തവണ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ഈ ആഭിജാത്യം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ലഭിക്കുന്ന ഒരു സ്വഭാവവിശേഷമല്ല എന്ന് തെളിയിച്ചു കൊണ്ടുള്ള പ്രതികരണമാണ് ഗണേഷ് കുമാറിന്
നേരെ നടത്തിയിട്ടുള്ളത്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാലകൃഷ്ണ പിള്ളയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സുരേഷ് ഗോപിക്ക് വലിയ അടുപ്പമുണ്ട്. ഗണേഷ് കുമാറിനോടും സുരേഷ് ഗോപിക്ക് വലിയ അടുപ്പമുണ്ട്. ഗണേഷ് കുമാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കും എന്ന് പറയുന്നത് മടിയിൽ കിടത്തി പേരിട്ടതുപോലാണ് ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു നാഗരികതയും ഇല്ലാത്ത, യാതൊരു മാന്യതയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് KV ഗണേഷ് കുമാർ. അത് മാടമ്പിത്തരമോ ധാർഷ്ട്യമോ ഒന്നുമല്ല, അടിസ്ഥാനപരമായിട്ട് ഒരു ക്ലാസ് ഇല്ലായ്മ എന്ന് പറയുമല്ലോ, ഒരു കുലീനത്വം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ കുലീനത്വം, ആഭിജാത്യം എന്നുള്ളത് ഇല്ലാത്തവർക്ക് അതിനെ പരിഹസിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ആ കുലീനത്വം, ആഭിജാത്യം എന്നൊക്കെ ഉള്ളതാണ്, ഒരു പെരുമാറ്റത്തിൽ വരുന്ന കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല. പാരമ്പര്യമായി തന്നെ വീട്ടിൽ വളർത്തുദോഷമുണ്ടല്ലോ. വളർത്തുദോഷം ഇല്ലാതെ വളരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും, അവർ സമ്പന്നരായാലും ദരിദ്രരായാലും മധ്യവർത്തികളായാലും, അവർക്ക് ആഭിജാത്യവും കുലീനതയും ഉണ്ടാകും. ആ ഒരു ആഭിജാത്യമോ കുലീനതയോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് KV ഗണേഷ് കുമാർ എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അതിൽ ഏറെക്കുറെ സത്യമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്, ഉത്തമ ബോധ്യത്തിൽ പറയുന്ന കാര്യമാണിത്. ഇനി കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ, NSS താലൂക്ക് യൂണിയൻ്റെ പ്രമേയത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ, കരയോഗത്തിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കുകയോ വയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഗണേഷ് കുമാർ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഈ പ്രമേയത്തിൽ ആരോപിച്ചിരിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം. കാരണം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും, തിരഞ്ഞെടുപ്പ് രേഖകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലങ്ങളുണ്ടാകാം. അവയെല്ലാം സംശയത്തിൻ്റെ നിഴലിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുവരുവാൻ പ്രാപ്തിയുള്ളൊരു ആരോപണമാണിത്. ആ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ പൊതുജനം അറിയുക തന്നെ വേണം. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു സ്വകാര്യ വ്യക്തിയല്ല. സിനിമാ നടൻ മാത്രമായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലൊരു ആരോപണം വന്നിരുന്നെങ്കിൽ NSSൻ്റെ അംഗമായിരിക്കെ തന്നെ മറ്റൊരു മതത്തിൽ വിശ്വസിച്ച പെന്തക്കോസ്റ്റായ അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസിയായ ഗണേഷ് കുമാർ എന്നുള്ളത് NSSും ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അതിനുമപ്പുറം ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. പക്ഷേ ക്രിസ്തുമതത്തിൽ അദ്ദേഹം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്, നേരത്തെ തന്നെ വിശ്വസിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ തവണത്തെയും തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങൾ പുനഃപരിശോധിക്കപ്പെടണം. അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, NSSൻ്റെ കൊട്ടാരക്കര താലൂക്ക് യൂണിയനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ളത്. പരസ്യമായി തന്നെ ഇത്തരത്തിലൊരു പ്രമേയത്തിലൂടെ NSS എന്നുള്ളത് മതേതര, നമ്മുടെ TG സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡിമാല ഗുണ്ടന്മാരുടെ ഒരു സംഘടനയല്ല എന്നുള്ളത് അവർ വ്യക്തമായി, സംശയത്തിനിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മതേതര സംഘടന അല്ല NSS. സനാതന ധർമ്മത്തിലൂന്നി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് NSS. നായർ സർവീസ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ പേര്, അല്ലാതെ നാട്ടുകാരുടെ സർവീസ് സൊസൈറ്റി എന്നല്ല എന്നുള്ളത് പറയാതെ പറഞ്ഞിരിക്കുകയാണ് NSSൻ്റെ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ. എന്തായാലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ളൊരു പ്രമേയം ഈ അവസരത്തിൽ പുറത്തു വന്നത് നന്നായി എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ അന്വേഷണങ്ങൾക്ക് അതൊരു പക്ഷേ വഴി വെച്ചേക്കാം എന്നുള്ളതാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ വ്യക്തതയും അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ സത്യാവസ്ഥയും പൊതുജനങ്ങളുടെ മുൻപിൽ വരേണ്ടതുണ്ട്. അത് വന്നേ തീരൂ. അതിനുള്ള അന്വേഷണങ്ങൾക്ക് ഒരു വഴിമരുന്നാകട്ടെ ഈ പ്രമേയമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.